ഈശോയിൽ അത്രയും സ്നേഹം നിറഞ്ഞവരെ, ഇന്ന് നമ്മൾ ധ്യാനിക്കുകയാണ് മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 45-ാമത്തെ തിരുവചനം. അതിപ്രകാരമാണ്: മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് ശുശ്രൂഷിക്കപ്പെടാനല്ല, ശുശ്രൂഷിക്കാനും സ്വന്തം ജീവൻ അനേകർക്ക് വേണ്ടി മോചനദ്രവ്യമായി നൽകാനുമത്രേ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്ത് എന്നുള്ളതാണ് ഈ വചനം നമ്മളോട് പറഞ്ഞു വയ്ക്കുക. നമ്മളെ എല്ലാവരെയും ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നത് മറ്റുള്ളവർക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യാനാണ്. നമ്മളൊക്കെ ശുശ്രൂഷിക്കപ്പെടാൻ ആഗ്രഹിക്കുമ്പോഴാണ് ജീവിതത്തിൽ അസ്വസ്ഥതയും മറ്റുള്ളവരോട് സംഘർഷവും സമാധാനക്കേടുകളും ഒക്കെ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്നത്. ഈശോ വന്നിരിക്കുന്നത് ശുശ്രൂഷിക്കാനാണ് എന്നതുപോലെ തന്നെ നാം ഓരോരുത്തരും ഈ ഭൂമിയിലായിരിക്കുന്നതും മറ്റുള്ളവരെ ശുശ്രൂഷിക്കാനും സ്നേഹിക്കാനുമാണ് എന്ന് ഈ തിരുവചനം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. നമുക്കും ഈ ക്രിസ്തുമസിൽ മറ്റുള്ളവരെ ശുശ്രൂഷിക്കുന്നവരായി മാറുവാൻ വേണ്ടി പരിശ്രമിക്കാം, അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.